ഹായ് വെൽക്കം ടു സ്പോർട്ടിക്സ്. ഇറ്റ്സ് മീ അബ്ദുൽ അനസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറയുക പ്ലെയറിന് മൂവ്മെൻറ്റ് കൊണ്ടുവന്നു, ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് മൂവ്മെൻറ്റ് കൊണ്ടുവന്നു. പക്ഷേ ഒരു പ്ലെയർ എങ്ങനെ ജമ്പ് ചെയ്യാം, ജമ്പ് ചെയ്യുമ്പോൾ അതിന് ഗ്രാവിറ്റി എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പാട്ടാണ് ഈ ഒരു വീഡിയോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്രെയിം ബേസിൽ തന്നെ ഗോഡൗട്ട് പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഗോഡൗട്ട് കൊടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് അതിൻ്റെ ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഗെയിം തന്നെയാണ് ഇതിൻ്റെ നെയിം. അപ്പോൾ അതെടുത്തിട്ട് ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് വരാം. അപ്പോൾ സാധാരണ ഞാൻ ഇതൊന്നും കൂടി കാണിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പരിചയം ഉണ്ടാവില്ല ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ സീൻസ് എന്ന് പറഞ്ഞിട്ട് സീൻസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിൽ ഓരോ സീൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ഓപ്പൺ ചെയ്തെടുക്കാം. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയ പ്ലെയറിൻ്റെ സീന് ഓരോ സീനുകളും ഇവിടെ ഓപ്പൺ ആയി വരും ഓരോ ടാബുകളിൽ. അങ്ങനെ നിങ്ങൾ ഓരോ സീനുകളും ഓരോ ടാബുകളിലാണ് ഇവിടെ ഓപ്പൺ ആയി വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ജസ്റ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക, ഈ ഒരു പാർട്ടാണ് നമ്മൾ ചെയ്തത്. ഈ ഒരു പ്ലെയറിനെ ജമ്പ് ചെയ്യിക്കുക അല്ലെങ്കിൽ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാർട്ടിൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം പ്ലെയറുടെ സ്ക്രിപ്റ്റിൽ തന്നെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ പ്ലെയറിൻ്റെ സ്ക്രിപ്റ്റ് എടുക്കുക, നമുക്ക് സ്ക്രിപ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് സൈസ് ഇതാക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് നേരാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രിപ്റ്റിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുമ്പ് എഴുതിയിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ ഈ ഒരു പാർട്ട് ഞാൻ എന്ത് ചെയ്യണം വേറെ ഫംഗ്ഷനായിട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഫംഗ്ഷൻ മൂവ് കൊടുക്കുകയാണ്. മൂവിൽ പറഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റ് വേണ്ടിയുള്ളത്. അപ്പോൾ ഞാൻ കോളൻ എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യണം ഇവിടെ. ഓക്കെ, കട്ട് ചെയ്തിട്ട് ഇതിൽ ഞാൻ പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മൂന്നാണ് ഫംഗ്ഷൻ വെച്ചാൽ മതി. എന്തുകൊണ്ട് അത് ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് ഫംഗ്ഷൻസിൽ ഒരുപാട് പാർട്ട് വരുമ്പോൾ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ആ ഒരു പാർട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എന്താ പറയുക പ്ലെയർ ജമ്പ് ചെയ്യുമ്പോൾ കാര്യം. അപ്പോൾ പ്ലെയർ ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ജമ്പ് സ്പീഡ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജമ്പ് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരാമീറ്റർ ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ജമ്പ് ചെയ്യുമ്പോൾ എനിക്കൊരു സ്പീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ 300 കൊടുക്കുകയാണ്. ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിൽ പോകണം അല്ലെങ്കിൽ ആ ഒരു സ്പീഡ് അതിനാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിളും ക്രിയേറ്റ് ചെയ്യാണ്. ഞാനിതിന് അപ്പ് എന്ന് നെയിം കൊടുത്തിട്ട് എന്താണ് ഒരു വെക്റ്ററായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വെക്റ്റർ 2. അങ്ങനെ വെക്റ്റർ 2ൽ പാരാമീറ്ററായിട്ട് 0,1 കൊടുക്കുകയാണ്, -1. ഓക്കെ, ഈ രീതിയിലൊരു വെക്ടറും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കണം. എന്നിട്ട് എന്താണ് ഈ ഒരു വെക്ടറും കൂടി മൂവ് ആൻഡ് കൊളൈഡിൽ വെലോസിറ്റിയുടെ കൂടെ ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ അപ്പും കൊടുത്തു, ഈ ഒരു വെക്ടറും വെച്ചു. ഇനി ഒരു പ്ലെയർ ജമ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പ്ലെയർ എപ്പോഴാണ് ജമ്പ് ചെയ്യുക, പ്ലെയർ ഒരു ഫ്ലോറിൽ നിൽക്കുമ്പോൾ ആ ഒരു പ്ലെയറിന് ജമ്പ് ചെയ്യരുത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഇഫ് ഇൻപുട്ട് ഡോട്ട് ഈസ് ആക്ഷൻ പ്രസ്ഡ്, നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഒരു ആക്ഷൻ പ്രസ്ഡ് എന്ത് കൊടുക്കണം, ജമ്പ്. ജമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഹാൻഡിലിൻ്റെ കാര്യമാണ് നമ്മളിവിടെ കൊടുക്കാൻ പാടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, വെലോസിറ്റി. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു ആക്ഷൻ ജമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം പ്രോജക്റ്റ് സെറ്റിങ്സിൽ. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, കീ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടിൽ ഞാനിവിടെ അത് ടൈപ്പ് ചെയ്യാണ്, ജമ്പ്. ഓക്കെ, ജമ്പ് എന്ന് പറഞ്ഞിട്ടൊരു കീ ക്രിയേറ്റ് ചെയ്തു, അതിവിടെ വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കീ ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കീ കൊടുക്കാം. കീ കൊടുക്കുമ്പോൾ ഏതെങ്കിലും കീ പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്പേസ് അമർത്താം. സ്പേസ് അമർത്തി കഴിഞ്ഞാൽ അത് ഓക്കെ പറയുന്നുണ്ട്, അത് ഓക്കെ ആക്കാം. അങ്ങനെ സ്പേസ് അവിടെ കീ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി നമ്മൾ എക്സ് ഡയറക്ഷനിൽ പോകാൻ എക്സ് ആക്സിസ് ആയിരുന്നു യൂസ് ചെയ്തത്. ഇവിടെ വൈ ഡയറക്ഷനിൽ പോകാൻ വേണ്ടിയിട്ട് വൈ ആക്സിസ് യൂസ് ചെയ്യാണ്. ഇവിടെ മൈനസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ഗ്രാഫ് വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ പ്ലെയർ എപ്പോഴും വൈ ആക്സിസിലേക്കാണ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറിൻ്റെ സ്ക്രിപ്റ്റ് അല്ലാണ്ട് പ്ലെയറിന് തന്നെ എടുത്ത് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ പറ്റും പ്ലെയറിൻ്റെ ഈ ഒരു പാർട്ടിലേക്ക് പോകുന്നത് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് പോകുന്നത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈ ആക്സിസിന് വേണ്ടിയിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ മൈനസ് എന്ത് ചെയ്യണം, ജമ്പ് സ്പീഡ്. ജമ്പ് സ്പീഡിന് നെഗറ്റീവായിട്ട് കൊടുക്കണം, മൈനസ് സ്പീഡ്. എനിക്ക് മൈനസ് സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് വർക്ക് ആവുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, റൈറ്റ് ലെഫ്റ്റൊക്കെ വർക്കിംഗ് ആണ്. ജമ്പ് കൊടുക്കുമ്പോൾ പ്ലെയർ മുകളിലേക്ക് പോകണമാണ്. അപ്പോൾ ഇതെന്ത് നിർത്താണ് മുകളിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്രാവിറ്റി അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ പ്ലെയറിനെ മൂവ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെ ഇവിടെ ജമ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയർ എത്ര സ്പീഡിൽ പോകണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം. ഞാൻ അത് സേവ് ചെയ്തിട്ട് ഒന്നുകൂടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ പ്ലെയറിന് എന്താ പറയുക സ്പേസ് നിർത്തി കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ പോകണമാണ്. അപ്പോൾ അത് നിങ്ങളെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ജമ്പ് സ്പീഡ്. ഇപ്പോൾ ഇവിടെ ഗ്രാവിറ്റിയും കൂടി കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ വാറ് ഗ്രാവിറ്റി ഇതേപോലെ ഞാൻ എന്ത് ചെയ്യണം, ഒരു 300 തന്നെ കൊടുക്കുകയാണ് ഗ്രാവിറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു പ്ലെയർ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാവിറ്റി അപ്ലൈ ചെയ്യണം. അപ്പോൾ വേറെ കാര്യം കൂടി നമ്മളിവിടെ കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഈ സോട്ട് ഫ്ലോറിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു പ്ലെയർ ജമ്പ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് ആയിട്ട് എത്ര വേണമെങ്കിലും ജമ്പ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഒന്ന് ജസ്റ്റ്. അപ്പോൾ നിങ്ങളിവിടെ എന്താ പറയുക സ്പീഡ് ഡബിളായി വരണം. അപ്പോൾ ഇവിടെ
ഇപ്പോഴുള്ള ജമ്പിൻ്റെ സ്പീഡ് 600 200 ആക്കുകയാണ്. കാരണം നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യുക സ്പേസ്, ഒന്നുകൂടി സ്പീഡിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പാർട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈസ് ഓൺ ഫ്ലോർ. ഓക്കെ, ആൻഡ് ഈസ് ഓൺ ഫ്ലോർ. ഓക്കെ, ഫ്ലോർ എന്ന് പറയുന്നത് നമ്മൾ ആ ബേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റിജിഡ് ബോഡി ഗ്രൗണ്ടിൽ നിൽക്കുന്നതിനാണ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇത് രണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്ലെയർ ജമ്പ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നമ്മളിവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയർ ഇപ്പോൾ ഫ്ലോറിലാണോ വെച്ചാൽ നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ അല്ല. അപ്പോൾ നമുക്ക് ജമ്പ് ചെയ്യിക്കാൻ പറ്റും നോക്കാം. ഞാൻ ലെഫ്റ്റും റൈറ്റും പോകുന്നുണ്ട്. സ്പേസ് അമർത്തി കഴിഞ്ഞാൽ അത് അപ്ലൈ ആവുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയർ ഫ്ലോറിലല്ല, മറിച്ച് ഈ പ്ലെയറിന് ഫ്ലോറിൽ വെക്കുകയാണ്. പ്ലെയറിനെ ഫ്ലോറിൽ വെച്ചിട്ട് സേവ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ നമ്മളിപ്പോൾ കൊടുത്ത ഒരു പാർട്ടുണ്ടല്ലോ, അത് നമുക്കൊന്നുകൂടി ഡൗൺ ആക്കി നോക്കാം. സേവ് ചെയ്തിട്ട് ജമ്പ് ആവുന്നുണ്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ജമ്പ് ആവുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേരത്തെ കൊടുത്തതിൽ നമ്മൾ ഈ ഒരു പാർട്ട് പ്ലെയറിന് എന്താ പറയുക ബോഡിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു ലെയറിൽ നിൽക്കായിരുന്നു. ശരിയാണ്, നമ്മളുടെ അതിൻ്റെ റിജിഡ് ബോഡി നമ്മൾ ഈ ഒരു ലെയറിൻ്റെ എഡ്ജിലേക്ക് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ഈസ് ഓൺ ഫ്ലോർ വർക്ക് ചെയ്യേണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നത് കാണാം. ഓക്കെ, ഞാൻ കൊടുത്ത് സേവ് ചെയ്തു. ഞാൻ ഒന്നുകൂടി റീഫ്രഷ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു. സ്പേസ് അമർത്തി കഴിഞ്ഞാൽ ജമ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഫ്ലോറിലെത്തിയിട്ടില്ല, ജസ്റ്റ് ഒന്നും കൂടി ഇതാക്കി സേവ് ചെയ്തിട്ട് ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പ്ലെയർ മൂവ് ചെയ്യുന്നുണ്ട്. സ്പേസ് അമർത്തി കഴിഞ്ഞാൽ അത് ജമ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഗ്രാവിറ്റി പാരാമീറ്റർ കൊടുത്തു. ഞാൻ ഈ ജമ്പ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഫംഗ്ഷൻ ജമ്പ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ജമ്പിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ജമ്പ് ചെയ്യേണ്ട ഫംഗ്ഷൻ കാര്യം കൊടുന്നിടാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തു. അതവിടെ ജമ്പ് വരും. ഇനി അവിടെ എന്ത് ചെയ്യണം, ജമ്പ് കൊടുക്കുകയാണ് എനിക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ ഇനി അപ്ലൈ ഗ്രാവിറ്റി. ഓക്കെ, അപ്ലൈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കൂടി ഞാൻ അവിടെ കൊടുക്കുകയാണ്. അപ്ലൈ ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടി നമുക്കിവിടെ എഴുതേണ്ടതുണ്ട്. അപ്പോൾ അപ്ലൈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ എഴുതാം ഫംഗ്ഷൻ അപ്ലൈ ഗ്രാവിറ്റി. ഓക്കെ, അപ്ലൈ ഗ്രാവിറ്റി എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പാസ് കൊടുക്കുകയാണ്. മുകളിൽ എററും ജസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്ലെയർ ഫ്ലോറിലല്ലാത്തപ്പോഴാണ് നമ്മൾ ഗ്രാവിറ്റി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നോട്ട് ഈസ് ഓൺ ഫ്ലോർ. ഈ ഫ്ലോറിലല്ലാത്തപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഗ്രാവിറ്റി അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വെലോസിറ്റി ഡോട്ട് വൈ ഈക്വൽ ടു ഗ്രാവിറ്റി. ഓക്കെ, നമുക്കിവിടെ ഗ്രാവിറ്റി അപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നിട്ട് സേവ് ചെയ്ത് ഫ്ലോറിലല്ല എന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റി അപ്ലൈ ചെയ്യണം. അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ കൊടുക്കുമ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഇഷ്യൂ ഉണ്ടായിട്ടുള്ളതെന്ന്. എനിക്ക് ഇപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഇഷ്യൂ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പ്ലസ് കൊടുക്കേണ്ടിയിട്ടുണ്ടായിരുന്നു, കാരണം ആഡ് ചെയ്യണം ഗ്രാവിറ്റി, അത് നമ്മൾ കൊടുത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നുകൂടി വന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. റൈറ്റ് പോകുന്നുണ്ട്, ലെഫ്റ്റ് പോകുന്നുണ്ട്. നമ്മളിവിടെ ഗ്രാവിറ്റി കുറവാക്കുകയെന്നുണ്ടെങ്കിൽ കൂടുതൽ പോകും. അതേപോലെ തന്നെ ജംപ് സ്പീഡ് കൂടുതൽ കൂട്ടുകയെന്നുണ്ടെങ്കിൽ ആ രീതിയിലും പ്ലെയറിന് പോകും. അപ്പോൾ ഗ്രാവിറ്റി ഒന്നുകൂടി കുറക്കുകയാണ്. ജംപ് സ്പീഡ് എന്ത് ചെയ്യണം, 1000 വെക്കാണ്. ഓക്കെ, നമ്മളിത് കൂട്ടുമ്പോൾ എന്ന് വെച്ചാൽ പ്ലെയർ നല്ല ഹൈറ്റിൽ ജമ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലെയർ നല്ല ഹൈറ്റിൽ ജമ്പ് ചെയ്യുന്നുണ്ട്. ഇത്ര ഹൈറ്റ് നമുക്ക് വേണ്ട, ജസ്റ്റ് ഗ്രാവിറ്റി ഒന്ന് കൂട്ടിയിടാം. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മളുടെ ഈ ഒരു പ്ലെയർ ജമ്പ് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് പോകുന്നുണ്ട്, റൈറ്റ് പോകുന്നുണ്ട്. ഈ ഒരു എന്താ പറയുക മൂവ്മെൻറ്റൊക്കെ പ്രോപ്പറായിട്ട് മൂവ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ എന്താ പറയുക ജമ്പും ഗ്രാവിറ്റിയും കൂടിയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്ലെയർ എത്തിക്കഴിഞ്ഞാൽ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് പ്ലെയർ താഴോട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു പ്ലെയർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ഈ ഒരു പ്ലെയറിനെ മൂവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു അനിമേഷനില്ല, ഒരു റിജിഡ് ബോഡി ജമ്പ് ചെയ്യണ പോലെയാണ്. അപ്പോൾ ഈ ജമ്പ് ചെയ്യുമ്പോൾ അനിമേഷൻസും കാര്യങ്ങളും കൊണ്ടുവരാനുള്ളത് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവർക്ക് വീഡിയോ മനസ്സിലായിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോഗ്രാമിനെ കുറിച്ച്, ഗെയിം ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കേരള ഗെയിം ഡെവലപ്പേഴ്സ് എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഗ്രൂപ്പിൽ കയറിയിട്ട് ചോദിക്കാമെന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം റിലേറ്റഡ് ഡൗട്ടുകളുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എന്താ പറയുക ഡീബഗ് വിത്ത് സ്പോട്ടിസ് എന്നൊരു വേറെ കമ്മ്യൂണിറ്റി കൂടി ഉണ്ട്. പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആണ്, ഫ്രീലാൻസിങ് പ്രോഗ്രാമിങ്. അതും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ അല്ലെങ്കിൽ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കൊടുക്കുക. അപ്പോൾ ഇവർക്ക് വീഡിയോ മനസ്സിലായിരിക്കുന്നു. താങ്ക് യു.